അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു കോമഡിയാണോന്ന് വെച്ചാൽ കോമഡിയാണ്, സീരിയസ് ആണോന്ന് വെച്ചാൽ സീരിയസ്, അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഇത്രയും ദിവസമായെങ്കിലും ഇപ്പോഴും ബിഗ് ബോസിലെ കാര്യങ്ങൾ മാത്രമാണ് കൂടുതലും ചർച്ചകളായിട്ട് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടിരുന്നൊരു ഗെയിമാണ്. അത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴും അവരങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് PR-ൻ്റെ ബലത്തിലാണ് അനുമോള് ജയിച്ചതെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പറയുന്നു അനുമോക്ക് കൂടോത്രം ചെയ്തിട്ടാണ് ജയിച്ചതെന്ന്. ഇതൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കാണാമേ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക കേട്ടോ, ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കൂടോത്രം എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കുറച്ചൊക്കെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ, ഇതായിട്ട് പറയുകയല്ല, അന്ധവിശ്വാസം പരത്തുമല്ല, കുറച്ചൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കൂടോത്രം എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ട്, ഇല്ലാഴികയൊന്നുമില്ല. പക്ഷേങ്കിൽ അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്താൽ ചെയ്യേണ്ടവർക്ക് നല്ലത്, ആർക്കാണോ ചെയ്യുന്നത് അവർ കേൾക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൂടോത്രം അനുമോള് പ്ലാച്ചി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്. കൂടോത്രം ചെയ്ത് അനുമോള് പ്ലാച്ചിയും കൊണ്ട് വന്നു. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഒന്നിനൊന്നും സാമ്യമില്ലാതെ ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ഒരുപക്ഷെ ബിഗ് ബോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കുറേയൊക്കെ അങ്ങ് വിശ്വസിച്ചെന്ന് ഇരിക്കും. അപ്പം ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ആദ്യം തന്നെ നമുക്കൊരു മഠത്തിലേണ്ട ഒരു തിരുമേനിയോ ആരോ ആണ് ആദ്യമേ തന്നെ ഈ ഒരു പ്ലാച്ചിയിൽ കൂടോത്രം ഉണ്ടെന്നുള്ളത് ഇങ്ങനെ പുറത്തോട്ട് വിട്ട് മനുഷ്യർക്ക് ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് ഇതാക്കി കളഞ്ഞത്. നമുക്ക് അത് ആദ്യം ഒന്ന് കേൾക്കാമേ. ഈ പാവം തന്നെയാണ് ശരിക്കും ആഭിചാരപരമായിട്ട്, അതായത് സത്യമല്ലാത്തതും മിഥ്യപരമായിട്ടും ഇരുട്ടിൽ ചെയ്യുന്ന കർമ്മവേദികളുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ കുറവായിരിക്കും, പക്ഷെ കൊച്ചിയോടെന്ന് പറയുന്നുണ്ട്. അല്ല, ഇപ്പൊ ഈ പ്ലാച്ചി എന്ന് പറയുന്ന ഒരു പാവ, അനുമോളുടെ പാവ, അതൊരു സാധാരണ പാവയല്ല, ഇതുപോലെ കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന പാവയാണെന്ന് പറഞ്ഞു വരുന്നത്. ബ്ലാക്ക് മാജിക് കൂടോത്രത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ ഞാനിപ്പോ പറയണേ, ഞാൻ കൂടോത്രത്തിന് മാത്രമാണ് അവളുടെ കയ്യിരിക്കുന്നത്, ബ്ലാക്ക് മാജിക്കില് തന്നെയാണെന്ന് ഞാൻ തീരുമാനിച്ചു. ഉപയോഗിക്കുന്ന പാവയാണ് സെയിം ഇതില് വരുന്നതാണ്. അതിന്റെ ചുണ്ടിലൊക്കെ നമുക്കറിയാൻ പറ്റും, മുഖത്തിന്റെ ഓരോ കട്ടിങ്ങിലും. എന്തുകൊണ്ട് അത് വലിച്ചു ദൂരെ തിരിച്ചു കൊടുത്ത് പ്ലാച്ചിനെ അങ്ങനെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് പക്ഷേ പ്ലാച്ചിയുടെ മുഖത്ത് അങ്ങനെ ചുമപ്പതായിട്ട് തോന്നിയിട്ടില്ല. ഈ ഒരു ജോത്സ്യനാണ് ഇത് ആദ്യമേ തന്നെ ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ കൂടോത്രമാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ കൂടോത്രമാണ് എന്ന് പറഞ്ഞ് ഇതങ്ങ് സ്ഥാപിച്ച് എടുക്കാനായിട്ടാണ് അങ്ങ് നോക്കുന്നത്. അതുപോലെ തന്നെ ഇവർ ബിഗ് ബോസ് അങ്ങനെ കാണുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാനത് കാണത്തില്ല, അതൊരു മെൻ്റലി ഇതായിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. കാണാതാണ് ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടേ. രണ്ടും വരുവാനകത്ത് ഈ കുട്ടിയുടെ മാത്രം എന്താണ് കയ്യിൽ മാത്രം ഈ പാവന വലിച്ചു ദൂരേട്ടറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ ആഘോഷപരമായിട്ട് തുള്ളിച്ചാടി പാവന എടുത്തിട്ട് വരും. നമ്മളൊക്കെ കണ്ടിരിക്കണം മണ്ടം. ചേട്ടൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അനുമോൾ ഒരു കൂടോത്രക്കാരിയാണ്. അനുമോൾ ഒരു കൂടോത്രക്കാരിയാണെന്നാണോ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാവയെ വലിച്ചെറിഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. വലിച്ചെറിഞ്ഞ പാവ തിരിച്ചു വന്ന കാര്യം, ഇതൊക്കെ ഞാൻ ഇതിൻ്റെ കുറച്ച് കഴിഞ്ഞ് പറയാം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് സമയം എടുത്തിരുന്ന് കാണേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിനകത്ത് സത്യങ്ങൾ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യല്. ഈ ഒരു പറഞ്ഞ കാര്യത്തിനുള്ളൊരു ക്ലാരിറ്റി ഞാൻ ഇടയ്ക്ക് തരാം. ഞാൻ ഇത് പറഞ്ഞേച്ച് തന്നെ അന്നേരം ക്ലാരിറ്റി തരാവേ. അങ്ങനെ ഇത്രയും കടമൊക്കെ മേടിച്ച് അതിനകത്ത് നിന്നിട്ട് അവർക്കൊരു ജീവിതമാർഗം ഉണ്ടാവും. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് സമൂഹത്തിലൊരു വിലയുണ്ടാവും എന്ന് പറഞ്ഞ് ഇതിലേക്ക് കയറി ചെല്ലുന്നത്. പക്ഷെ ഇപ്പൊ നടക്കുന്ന സീസൺ 7 എന്ന് പറയേണ്ട അവസ്ഥ ഞാൻ ഈ സാധനം കാണാറില്ല. ശരിക്കും പറഞ്ഞാൽ തുമ്പും പാലും കാണാം. എനിക്ക് അത് കാണുമ്പോ എന്തും മനസ്സിനൊരു വല്ലായ്മ. അതായത് നമ്മളൊരു പ്രേതബാധ ഒഴിപ്പിക്കാൻ ചെല്ലുന്നതിനേലും വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥ. മനുഷ്യർ ഇങ്ങനെയുണ്ടാ? അല്ല, വസ്തുക്കളും ബിഗ് ബോസിലോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ പ്ലാച്ചിയെ മാത്രം അകത്ത് കയറ്റാൻ സമ്മതിച്ചെങ്കിൽ അത് ബിഗ് ബോസിന്റെ അറിവോട് കൂടിയാണോ പ്ലാച്ചിയെ അകത്ത് കയറ്റാൻ? അങ്ങനെയല്ലേ വരുള്ളൂ, അല്ലാതെ അതിനകത്ത് വരാറില്ല. നമ്മളിപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക്കിനെ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അതിനകത്ത് ഇലുമിനാറ്റിന്റെ കണ്ണും കാര്യങ്ങളും അതിനകത്ത് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള രീതികളും അതിനകത്ത് ഓരോ ഡിസൈനിലും ഓരോരോ വിഷയങ്ങൾ അതിനകത്തുണ്ടെന്നുള്ളത്. അത് രസല്ലേ? ഇതിലൊന്നും തെളിവുകളില്ലല്ലോ. ഇത് നമുക്ക് വെറുതെ അലിഗേഷൻ പറയാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെ കൂട്ടുള്ള ഒരു സാധാരണക്കാർക്ക് അവരുടെ ഗേറ്റിനകത്ത് കയറാൻ പറ്റുമോ?
ബിഗ് ബോസിനകത്ത് മത്സരാർത്ഥികൾക്ക് കയറാം, ഗസ്റ്റുകൾ കയറി പോകുന്നുണ്ടല്ലോ കഴിഞ്ഞ സീസണിൽ. ഗസ്റ്റിൽ കയറിയാണെങ്കിൽ അതിനകത്ത് തകിടുകളും അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഞാൻ തെളിവോടുകൂടെ എടുത്തു തരാൻ പറഞ്ഞത് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കൃത്യമായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അന്നേരം ഞാൻ അതിനകത്ത് കയറാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാനും പറ്റും, തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇത് മലയാളത്തിൽ മാത്രം ഷോ അല്ല, ഇന്റർനാഷണൽ ഷോ ആയിരുന്നു. പല തമിഴിലും തെലുങ്കിലും ഒക്കെ നിർത്തിയില്ലേ? തെലുങ്കിലായിട്ട് നിർത്തിയില്ല, ഏതൊരു സ്ഥലത്ത് ഇവിടുത്തെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും അത് കുറെ വർഷങ്ങളായിട്ട്. അപ്പൊ ഇവരൊക്കെ സാത്താൻ സേവയായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ അനുമോളുടെ കാര്യം പറയുകയാണെങ്കിൽ ബിഗ് ബോസും കൂടെ ചേർന്ന് അനുമോളെ വിജയാക്കാൻ വേണ്ടി പ്ലാച്ചിയെ കയറ്റി വിട്ടു എന്ന് പറയുന്നത് പോലെ ആവില്ലേ? അഖിൽമാരാരുടെ നെഞ്ചത്തിന്റെ പടം പറഞ്ഞപ്പോ അതിന് കൊട്ടേഷൻ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 75,000 രൂപ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തെന്ന് അവർ പറഞ്ഞു. എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട്, അല്ലാതെ എനിക്ക് കുറെ നിലവിളി. അഖിൽമാരാറിന് സാത്താൻ സേവയുണ്ട്. അഖിൽമാരാർ നല്ലൊരു ഭക്തനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ദിവസത്തെ പക്ഷെ അഖിൽമാരാറിന് സാത്താൻ സേവയായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് അവരുടെ നെഞ്ചത്ത് വരച്ചിരുന്ന ആ ചിറകുകൾ, അതിന്റെ ബാക്കി പത്രം വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്ന മൊത്തം കൂടോത്രമാണെന്നാണ്. ബിഗ് ബോസിൽ കൂടോത്രം ചെയ്തു വെച്ചേക്കുന്നതെന്നാണ് പറയുന്നത്. അതിനകത്ത് കയറ്റി വിട്ടാൽ അതിനകത്ത് തകിടൊക്കെ എനിക്കൊന്ന് പുള്ളി തന്നെ ആയിരിക്കും അവിടെ പോയി തകിടൊക്കെ കുഴിച്ചിട്ടേക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ പറയുന്ന ഇവർ ബിഗ് ബോസ് അറ്റവും മൂലം കണ്ടിട്ടുള്ളതെന്ന് ഈ അറ്റവും മൂലം കണ്ടേച്ച് ഒരു കാര്യങ്ങൾ പറയാൻ വന്നിരിക്കുന്നത്, അത് അല്ലെങ്കിൽ മിണ്ടായിരിക്കുക. അതാണ് ഈ ബിഗ് ബോസിൽ അതിനകത്തുനിന്ന് നമ്മളെപ്പോലെ സാധാരണ ആൾക്കാരെ കയറ്റി വിടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സാധാരണ ആൾക്കാരെ കയറ്റി വിടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഷോ. ആ ഷോയിൽ വന്നിരിക്കുന്ന അത്രയും മത്സരാർത്ഥികളുടെയും ഫുള്ള് ഉത്തരവാദിത്തം അതിൻ്റെ ആ ഒരു ഷോയുടെ ആൾക്കാർക്കാണ്. അതിനകത്തോട്ട് ഇങ്ങനെ എല്ലാവരും കയറ്റി വിടാനാണെങ്കിൽ അതിനകത്ത് ആരെ വേണേലും കയറ്റി വിടാം. കയറ്റി വിട്ടേച്ച് അതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരാരോട് സമാധാനം പറയും. ഇതൊക്കെ ഒന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ, ആ ഷോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ അതിനകത്ത് വെച്ചേക്കുന്ന മൊത്തം കൂടോത്രം എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ബിഗ് ബോസിൽ പോകുന്നവരൊക്കെ സൂക്ഷിച്ചാണ് കേട്ടോ, മൊത്തം കൂടോത്രമാണ്, പേടിക്കണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ അത് പറയുന്നുണ്ട്, അതിനകത്ത് കയറ്റി വിടത്തില്ല, അതിനകത്ത് കയറി വിട്ട തകിടൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഫാമിലി റൗണ്ട് ഉണ്ട്, ആ റൗണ്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒത്തിരി പേര് ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. ആ ഫുഡ് പോലും ചെക്ക് ചെയ്തതിന് ശേഷമാണ് അത് ഉള്ളിലേക്ക് വിടുന്നത്. അതിലെന്നേലും അവർക്ക് വെച്ചാൽ വീട്ടുകാർ വല്ല പോയിസണും കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കേട്ടോ. ഇവരതിനകത്ത് കഴിയുന്നവരാണ്, അവർ കഴിക്കുന്ന ഫുഡിനും എല്ലാം അതിനകത്തൊരു ഇതുണ്ട്. അപ്പോൾ ആ കഴിക്കുന്നതിൽ ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോടോ, അതിനകത്ത് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ ഭക്ഷണം സൂക്ഷിച്ച് വെച്ച് കഴിക്കരുത് ഒരിക്കലും. കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവരുടെ ഗെയിം അവിടെ തീരുവാണ് ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് അവർ ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ അവരുടെ ഗെയിം അവിടെ തീരുവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അത്രയ്ക്കും അവരെ ശ്രദ്ധിച്ചാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ വന്ന് മത്സരിക്കുന്നവർ ഓരോന്നും കിടന്ന് കാണിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അത് ഓരോരുത്തരുടെ രീതിയാണ്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും വ്യക്തമായിട്ടൊക്കെ പറയുന്ന കണ്ടാത്തൊന്നും ബിഗ് ബോസ് കാണാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇത് ഫുള്ള് വിശ്വസിച്ചിരിക്കും ഇതൊക്കെ ആയിരിക്കും അതിനകത്ത് നടക്കുന്ന സംഭവങ്ങളെന്ന്. ഇനി വരുന്ന സീസണും നമ്മൾ ആരെങ്കിലും ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന സീസൺ ഒന്ന് കണ്ടു നോക്ക്. ഞാൻ ബിഗ് ബോസ് തുടക്കം മുതലേ കാണുന്ന ഒരാളാണ്. അതിനകത്തെ ആദ്യം തൊട്ടുള്ള മത്സരങ്ങളെല്ലാം എനിക്ക് ഒരു അഡിക്റ്റാണ്. കാര്യം നമ്മളിത് കണ്ടു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിനങ്ങ് അഡിക്റ്റായി പോകും. അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു സീസണിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്, വരുമല്ലോ അത് നമുക്ക് അടുത്ത ഗെയിമിൽ ആരൊക്കെയായിരിക്കും എന്നൊക്കെ എന്നുള്ള ഇതായിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞതിലൊന്നും ഒരു വാസ്തവമില്ലാന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ആ കാര്യത്തിലൊന്നും ഞാൻ യോജിക്കുന്നില്ല. നമുക്കിതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതെല്ലാം ഇത്രയും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അഖിൽമാരാരെ പറ്റി പറയുന്നുണ്ട്. അഖിൽമാരാർ എന്നെ ചാത്തസേവ ചെയ്തിട്ടാണ് അഖിൽമാരാർക്ക് ഫസ്റ്റ് കിട്ടേ. അതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് ഈ ഗെയിമൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അഖിൽമാരാരൊക്കെ ഒരു പകുതി കഴിഞ്ഞാണ് എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഈ അനുമോള് വിന്നാകാനും നമ്മൾ അവസാന സമയത്ത് അനീഷും കയറി വരും എന്നുള്ള ഒറ്റ ഇതിലായിരുന്നു നിന്ന്. അനീഷ് ജയിക്കും, അനീഷ് കപ്പടിക്കും എന്നാണ് ഞാനും അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചത്. ഞാൻ ചെയ്ത വീഡിയോ പറയുകയും ചെയ്തായിരുന്നു, അനീഷോ അനുവും ആയിരിക്കും ഫൈനലിൽ വരുന്നത്, ഇവരാരെങ്കിലും ആയിരിക്കും കപ്പടിക്കുന്നതെന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു. കാര്യം എന്നാന്ന് വെച്ചാൽ അതുപോലെ അനീഷിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു പുറത്തുണ്ടായിരുന്നത്. അനു കയറി വന്നപ്പം പറഞ്ഞു അത് PR വർക്ക്, പക്ഷേ അനു PR വർക്കിൻ്റെ ഇതിനേക്കാൾ കൂടുതൽ ഒറ്റ ആഴ്ച കൊണ്ട് വന്നൊരു മറിമായമാണ് ആ വോട്ട് അത്രയും കയറിപ്പോയത്. കാര്യം വെച്ചാൽ അനുവിനെ അത്രയും ഇട്ട് ദ്രോഹിക്കുന്ന കണ്ടപ്പോൾ അനുവിൻ്റെ കരച്ചിൽ കണ്ട് അതൊക്കെ ജെന്യൂനായിട്ടുള്ള കരച്ചിലൊക്കെ ആയിരുന്നിട്ട് അല്ലാതെ അഭിനയം അല്ലായിരുന്നു എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പായിട്ടറിയാം. അങ്ങനെയുള്ള അത്രയും ഒരു കരച്ചിലും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് വീട്ടമ്മമാരാണ് കൂടുതൽ വോട്ട് ചെയ്തത്, അവരൊക്കെയാണ് കൂടുതൽ ഇത് കാണുന്നത്. അങ്ങനെയാണ് അനു കയറിപ്പോയത്. അപ്പോൾ നമുക്ക് ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം ഒരു കാര്യത്തെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അവിടെ അതിനെപ്പറ്റി ഫുള്ള് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത്.
നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇതും കൂടെ നോക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നതിനൊപ്പം തന്നെ കാര്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ സുൽത്താൻ പറയുന്നതാണെങ്കിലും നിങ്ങൾ കുറച്ച് കേട്ടതിന് ശേഷം നിങ്ങൾ ഇതാക്കി പോകരുത്. ഇതിലെ കാര്യങ്ങൾ ഫുള്ള് കേൾക്കുക. എന്നാലേ നിങ്ങൾക്കിതിൽ കൂടോത്രം ഉണ്ടോയിരുന്നോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമുക്കൊന്ന് കണ്ടു നോക്കാം. കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നുന്ന, കൊച്ചു കുട്ടികൾക്ക് പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഈ ഒരു വിഷയം അങ്ങനെ തള്ളിക്കളയേണ്ട ഒന്നല്ല. അതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഭയം തോന്നുന്ന അസ്വാഭാവികമായ ചില കാര്യങ്ങളാണ്. അതെ, പറഞ്ഞു വരുന്നത് അനുമോളുടെ സ്വന്തം പ്ലാച്ചിയെ കുറിച്ചാണ്. പ്ലാച്ചി ഒരു സാധാരണ പാവയല്ല. അദ്ദേഹം പറയുന്നത് പ്ലാച്ചി ഒരു സാധാരണ പാവയല്ല എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ ആദ്യത്തെ മാത്രം കേട്ടിച്ച് നിങ്ങൾ വിലയിരുത്താൻ നിൽക്കരുത്, മുഴുവനും കാണുക. ബാക്കി നമുക്ക് അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാനത് പറയാത്തതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതിനേക്കാളും ഒന്ന് ക്ലിയർ ആയിട്ട് ഇദ്ദേഹം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇതാകും, മനസ്സിലാവും. അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതുപോലെ എടുത്ത് പറയുമ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും, അങ്ങോട്ടും കിട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ജോഷി പത്മനാഭൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റ് കാണാൻ ഇടയായി. അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ അദ്ദേഹം പറയുന്നു അദ്ദേഹം ഒരു ഫ്രീ പാംസ്ട്രി ആണ്, അതായത് സൗജന്യമായി കൈ നോക്കുന്ന ഒരാൾ. അതോടൊപ്പം പണം വാങ്ങാതെ അദ്ദേഹം ജ്യോതിഷവും നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്റിലും പറയുന്നത് അനുമോളെ കുറിച്ച് തന്നെയാണ്. ആ വിജയം പലർക്കും ദഹിക്കാത്തത് കൊണ്ട് തന്നെ സഭ്യമായതും അസഭ്യമായതുമായ ഒരുപാട് പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ പടർന്ന് നടക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പോസ്റ്റ് ഒരൽപ്പം വ്യത്യസ്തമായിരുന്നു. ആ പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് വായിക്കാം. ബിഗ് ബോസിന് മുന്നേ അനുമോൾ എന്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഞാൻ ആളാരാണെന്നറിയാതെ അവളുടെ ജാതകം വായിച്ചു കൊടുത്തു. വിവാഹകാര്യം എന്നാണ് എന്ന് അവൾ ചോദിച്ചു. 33 വയസ്സിൽ കല്യാണം നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അവൾ പറയുന്നത് ഞാൻ അനുമോളാണ്, ആർട്ടിസ്റ്റാണ്. 33 വയസ്സ് കേൾക്കുമ്പോൾ അനുമോളുടെ നെറ്റി ചുളിഞ്ഞു. അങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ കുടുംബ ജ്യോത്സ്യർ പറഞ്ഞത്, 32.5 വയസ്സിൽ നടക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് നടന്നാൽ ഡിവോഴ്സ് ഉറപ്പായും നടക്കും. അതിൽ അസഹിഷ്ണുത പൂണ്ട് അവൾ നിങ്ങൾ തട്ടിപ്പുകാരനാണോ എന്ന് ചോദിച്ചു. എന്റെ സർവീസ് ഫ്രീ ആണ്, ഞാൻ ആരോടും ദക്ഷിണ ചോദിക്കില്ല എന്ന് പറഞ്ഞു. ആ തട്ടിപ്പ് എന്ന വാക്ക് എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥതയാക്കി. സംസാരത്തിൽ തുടക്കത്തിൽ തന്നെ എനിക്ക് അനുമോളുടെ വാട്സാപ്പ് നമ്പർ തന്നിരുന്നു. ഞങ്ങൾ 1ഉം 2ഉം പറഞ്ഞ് തർക്കിച്ചു. എന്നിട്ട് അവൾ ഇൻസ്റ്റഗ്രാം ബ്ലോക്ക് ചെയ്തു. പിന്നീട് എപ്പോഴോ ഞാൻ അറിഞ്ഞു അനുമോൾ ബിഗ് ബോസിൽ പോകുന്നു എന്ന്. ഉടനെ ഞാൻ വാട്സാപ്പിൽ അനുമോൾക്ക് മെസ്സേജ് അയച്ചു. അനുമോൾ ബിഗ് ബോസിൽ പോകരുത്, ഉള്ള പേര് നഷ്ടപ്പെടും, കാരിയർ ഇല്ലാതെയാവും, ജന്മശനിയാണ് ഉള്ളത്, വാഗ്ദോഷം വന്നാൽ കുഴപ്പമാവും. എങ്ങനെ നിൽക്കണോ എങ്ങനെ കളിക്കണോ തിരുമേനി എന്നെ പഠിപ്പിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് അനുമോൾ പറഞ്ഞു. അതിൽ കലിപ്പ് തീരാതെ ഏതോ ഒരു ചെറുപ്പക്കാരനോട് എന്റെ നമ്പർ കൊടുത്തു. പിന്നീട് അവന്റെ വക പൂരത്തെറിയാണ്. എന്റെ മരിച്ചുപോയ അച്ഛനെ വരെ വിളിച്ചു. ഞാൻ അനുമോൾക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ അനുഭവിക്കും. അത് പേടിച്ച് അവൾ ഒരു മന്ത്രവാദിയെ കൺസൾട്ട് ചെയ്തു. അങ്ങനെ കിട്ടിയതാണ് ആ കൂടോത്ര പ്ലാച്ചി. അതിൽ നിറയെ സ്തംഭനങ്ങൾ കൊണ്ട് നെഗറ്റീവ് ഊർജം കയറ്റി വെച്ചു. സ്തംഭനം എന്ന് വെച്ചാൽ ആത്മാവിനെ ബന്ധിക്കുക എന്ന പ്രോസസ്. അത് അക്ഷന്തവ്യമാണ്. തുടർന്ന് ഞാൻ വായിക്കുന്നില്ല. ബാക്കി അദ്ദേഹം വായിക്കുന്നില്ല എന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ വായിച്ചെടുക്കാം. ഞാൻ അതിൻ്റെ ബാക്കി വായിച്ച് കേൾപ്പിക്കാവേ. സ്തംഭിപ്പിക്കുക എന്നത് വെച്ചാൽ ആത്മാവിനെ ബന്ധിപ്പിക്കുക എന്ന പ്രോസസ്സ്, അത് അക്ഷന്ത്യവും ആണ്. ഈ സ്തംഭനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എതിർ മത്സരാർത്ഥികളെ സ്തംഭിപ്പിക്കുക. ആദില അപ്രത്യക്ഷമായി എവിക്റ്റായി. ലക്ഷ്മിയും ജിസേലിൻ്റെയും അൺഫെയർ എവിക്ഷനാണ്. ഒടുവിലത്തെ ഇര നൂറയാണ്. ആര്യൻ്റെ കാര്യം പറയണം എന്നില്ല. ശൈത്യ, ആര്യൻ, നെവിൻ, അനീഷ്, ആദില എന്നീ മത്സരാർത്ഥികൾ സ്തംഭനം കൊണ്ട് ബന്ധിക്കപ്പെട്ടു. അവർക്ക് ഇനി ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അവരുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. ഈ കമൻസ് വായിച്ച് ഏതെങ്കിലും കണ്ടസ്റ്റൻസിന് ഉണ്ടെങ്കിൽ പരിഹാരം ചെയ്താൽ അനുമോൾക്ക് അത് സാരമായി തിരിച്ചടിക്കും. ആത്മാവിനെ ബന്ധിക്കുക എന്ന ഒരു ചെറിയ കാര്യമൊന്നുമല്ല. അവളുടെ അടുത്ത ബന്ധുവിന് ദുർമരണം നടക്കും. ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയുണ്ടോ? ഞാൻ അന്ന് പറഞ്ഞത് അവൾ കേട്ടില്ല. ഇന്ന് അവൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കണം. പഴയ പർദ്ദ ഉണ്ടല്ലോ, അത് അനുമോൾക്ക്
ഉപകരിക്കും. എന്നാലും ഇതെനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും തോന്നിയിട്ടില്ല, ജെന്യൂനായിട്ടും തോന്നിയിട്ടില്ല. പുള്ളി എന്നതൊക്കെയോ അനുവിനോട് ചിലപ്പോൾ വിളിച്ചു വല്ലതും പറഞ്ഞു കാണും, കൂടോത്രം വല്ലതും ചെയ്തു തരാതൊക്കെ. അനുവിൻ്റെ സ്വഭാവമല്ലേ, അനു തിരിച്ചു വല്ലതൊക്കെ പറഞ്ഞു കാണും. അതിനായിരിക്കും ഇങ്ങനെ ഒരു കമൻറ്റ് ഇത് വന്നേക്കുന്നത്. എനിക്കത് വായിച്ചിട്ട് എനിക്ക് പോലും അത് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇപ്പം നമ്മുടെ സുൽത്താൻ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അത് വായിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാം. സ്തംഭനത്തെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ആർട്ടിക്കിളുകളൊന്നും ലഭിക്കാനില്ല. അതുകൊണ്ട് തന്നെ സ്തംഭനം പണം കൊടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്കാണ് ഞാൻ ചെന്നത്. അദ്ദേഹത്തോട് എൻ്റെ ആവശ്യം പറഞ്ഞു. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചു. അതിലെനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു വിഷയം ഞാൻ പറയാം. അതായത് സ്തംഭനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധമായി എന്നും രാവിലെ വീടിന്റെ കിഴക്ക് വശത്തേക്ക് നോക്കി ചില മന്ത്രങ്ങൾ ചൊല്ലണം എന്നതാണ്. ഇനി നമുക്കൊന്ന് ബിഗ് ബോസിലേക്ക് വരാം. ബിഗ് ബോസിൽ സ്ഥിരമായി കാണുന്ന ഒരാളാണ് എങ്കിൽ അനുമോളെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവർ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തെടുക്കാമോ? ഉറപ്പായും ഞാൻ പറയാം, അത് രാവിലെ കുളിച്ച് ശുദ്ധമായി ബിഗ് ബോസ് ഹൗസിന് പുറത്തു വന്ന് സൂര്യനെ നോക്കി കിഴക്ക് ഭാഗത്തേക്ക് നോക്കി എന്തൊക്കെയോ മന്ത്രിക്കുന്നതല്ലേ. അപ്പൊ പുരിയല്ലേ, ഇപ്പോ പുരിയത്. ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആരെങ്കിലുമൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ രാവിലെ എണീറ്റ് അനു കുളിച്ചതിന് ശേഷമാണ് സൂര്യ നമസ്കാരമാണ് ചെയ്യുന്നതെന്നാണ് അതിന് പറഞ്ഞത്. അങ്ങനെ ഒന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു കൂടോത്രത്തിൻ്റെ കാര്യമാണെങ്കിൽ അനു ജയിൽ നോമിനേഷന് പോയായിരുന്നു. ആ സമയത്ത് അപ്പാനിയായിരുന്നു ക്യാപ്റ്റൻ. അപ്പാനിയോട് രാവിലെ ബാത്റൂമിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പാനിയെ വിളിച്ചെണീപ്പിച്ച് അപ്പാനി വന്ന് ബാത്റൂമിൽ പോകാനായിട്ട് അത് തുറന്നു കൊടുത്തു. തുറന്നു നിർത്തിച്ച് ജയിലിലോട്ട് കയറാൻ പോയി. അനു ജയിലിൽ കയറാൻ തിരിച്ചു വരുന്നുണ്ട്. അന്നേരം അനു കുളിച്ചിട്ടില്ല, ഒന്നുമില്ല കേട്ടോ. അവിടെ രാത്രി മുഴുവൻ ജയിലിലായിരുന്നു, കുളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അനു വന്നിച്ച് അവിടെ നിന്ന്, സത്യം പറഞ്ഞാൽ അത് നമുക്കൊരു കോമഡി ആയിട്ടാണ് തോന്നിയത്. കാര്യം അനു കാണിക്കുന്ന പോലെ തന്നെ അപ്പാനി നിന്ന് കാണിക്കുന്നുണ്ട് ഇല്ലേ. അങ്ങനെ അല്ല സൂര്യ നമസ്കാരം ചെയ്യുന്നതൊന്നും അങ്ങനൊന്നും അല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല അതിനെപ്പറ്റി, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുമില്ല. പക്ഷേങ്കിൽ അങ്ങനെ അല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അനു ആ കാണിക്കുന്നത് കണ്ട് എനിക്കൊരു കോമഡി ആയിട്ടാണ് തോന്നിയത്. അത് കൂടെ അപ്പാനിയും ആ ചെരുപ്പൊക്കെ ഊരിയിട്ട് ചക്കൂടെ നിന്ന് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു തമാശയായിട്ട് നിൽക്കുന്നു. പക്ഷേ ഇത് കുളിച്ചിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അങ്ങനെ ഒരു ഇത് വിശ്വാസം നമുക്ക് വേണ്ട കേട്ടോ. അതിലങ്ങനെ അല്ലാതെ അനു കുളിക്കാതെ അനു അതൊന്ന് സൂര്യ നമസ്കാരമാണെന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാം. സ്തംഭനം ചെയ്യപ്പെട്ട വസ്തുവിനെ കുറിച്ച് അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു. സാധാരണയായി സ്തംഭനം ചെയ്യപ്പെടുന്നത് മരപ്പാവയിലാണ്. മാർക്ക് ദ വേർഡ്, മരപ്പാവ. അങ്ങനെ ഒരു മരപ്പാവയിലാണ് സ്തംഭനം ചെയ്തിരുന്നത് എങ്കിൽ ഒരു മരപ്പാവയുമായി ബിഗ് ബോസിലേക്ക് വരിക എന്നത് സംശയം ഉണ്ടാക്കുന്ന ഒരു വിഷയമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു സാധാരണ പാവയിൽ സ്തംഭനം ചെയ്തത്. അങ്ങനെ ഒരു പാവയിൽ സ്തംഭനം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പാവയോട് ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന പേര് അത് ആരുടേതാണോ അവർക്കാണ് സ്തംഭനം സംഭവിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. സ്തംഭനം നടക്കാൻ വേണ്ടി നമ്മൾ പേരുരുവിടുന്ന രീതിയെ സമ്പുടം ചെയ്യുക എന്നാണ് പറയുക. അതായത് സ്തംഭനം ആവാഹിച്ചിട്ടുള്ള വസ്തു, അതൊരു പാവയാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവാവാം, ആ വസ്തുവിലേക്ക് നമ്മൾ പേര് ഉരുവിട്ടുകൊണ്ടിരിക്കണം. ആഗ്രഹിക്കുന്ന ഒരാളുടെ പേര് തിരിച്ചും മറച്ചും ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ ആരുടെ പേരാണോ നമ്മൾ സ്തംഭനം ചെയ്യപ്പെട്ട വസ്തുവിലേക്ക് പറയുന്നത് ആ വ്യക്തിയിൽ വൈകാരികമായ പല മാറ്റങ്ങളും സംഭവിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ഇതിപ്പം ഇങ്ങനെ ആരെയാണോ അതിലേക്ക് എന്നാ സ്തംഭനം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതാണെന്നുള്ള കാര്യം ശരി, ഓക്കെ, അപ്പാനി ആദ്യം ഔട്ടായിപ്പോയി, ഓക്കെ, സമ്മതിക്കുന്നു. അനുവിൻ്റെ പുറകെ നടന്ന് ബേളം വെച്ചു, അനു കൂടോത്രം ചെയ്ത് അപ്പാനിയെ വിട്ടു. പക്ഷേ എങ്കിൽ രണ്ടാമത് പോകേണ്ട അക്ബറല്ലേ ഈ അപ്പാനിയേക്കാൾ കൂടുതൽ അനുവിനെ ഇട്ട് ചൊറിഞ്ഞിട്ടുള്ളത് ഇല്ലേ. അതിനേക്കാൾ കൂടുതൽ അനുവിനെ ഇട്ട് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞിട്ടുള്ളത് അക്ബറാണ്. അക്ബർ എന്നിട്ട് എപ്പോഴാണ് പോയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ എനിക്ക് വിശ്വാസമില്ല ഈ ഒരു കഥ പറഞ്ഞ് വരുന്നതിലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് മുഴുവൻ കേൾക്കണം കേട്ടോ, എന്നിട്ടേ ഇദ്ദേഹത്തെയും വില ഇരുത്താവുള്ളൂ. ഞാനിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ പറഞ്ഞാണ്. നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് റിയാക്ട് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ അതിൽ നോക്കുന്ന ഒരാളെ അതൊക്കെ അതിനകത്തുള്ളവരുടെ കുറേ വിശ്വാസവും പുറത്തുള്ളവരുടെ കുറേ വിശ്വാസമൊക്കെ ആയിരുന്നു. നമുക്ക് അടുത്ത കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാം. ഇങ്ങനെ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു പാവയിൽ ആവാഹിച്ചിട്ടുള്ള ചില ആത്മാക്കളെ കൊണ്ട് വൃത്തി നിരോധനം ചെയ്യിക്കുക എന്നതാണ് സ്തംഭനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വൃത്തി നിരോധനം എന്നാൽ പ്രവൃത്തി, അതായത് ഒരു മനുഷ്യന്റെ ചിന്തയിലുള്ള ചില പ്രവൃത്തികളെ അയാളുടെ ചിന്താമണ്ഡലത്തിൽ നിന്നും തന്നെ മായ്ച്ചു കളയുന്ന ഒരു രീതി. ഒരിക്കൽ ഹൗസിൽ നെവിൻ തന്നെ പറഞ്ഞ ഒരു വാക്കുണ്ട്, അതായത് പ്ലാച്ചിയെ നോക്കി അനുമോൾ ഏതെങ്കിലും ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ജപിച്ചാൽ അയാൾ എവിക്റ്റായി പോകുമെന്ന വിശ്വാസം ഈ ഹൗസിലുണ്ടായിരുന്നു.
ഒരുപക്ഷെ അനുഭവം കൊണ്ടാവും നെവിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലെങ്കിൽ യാദൃശികമായി സംഭവിച്ച ചിലതിനെ അയാൾ അങ്ങനെ ഒരു പാറ്റേണിൽ കണ്ടു, അല്ലെങ്കിൽ വെറും തമാശയായി പറഞ്ഞു. പക്ഷേ സ്തംഭനത്തെ കുറിച്ച് എന്നോട് പറഞ്ഞയാൾ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ അനു ചെയ്തിരുന്നു എന്നത് എന്നെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഭാവിയിൽ ഏതെങ്കിലും ഒരു ആത്മാവിനെ ആവാഹിച്ചു കൊണ്ടുപോയി ബിഗ് ബോസ് പോലൊരു ഷോയിൽ സ്തംഭനം നടത്താൻ പറ്റുമെന്ന് ആര് ചിന്തിച്ചാലും അത് വെറും മണ്ടത്തരമാണ് എന്നാണ് അദ്ദേഹവും എന്നോട് പറഞ്ഞത്. അതിന് കാരണം സ്തംഭനം അന്ധവിശ്വാസമായതുകൊണ്ടല്ല, ചുമ്മാ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ചാൽ മാത്രം നടക്കുന്ന ഒന്നല്ല ഇതെന്നും അതിന് പല രീതികളുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ചുമ്മാ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ചാൽ മാത്രം ഉള്ള കാര്യങ്ങളല്ല, അതിന് ചില രീതികളുണ്ടെന്ന് പറയാം. എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഈ അനുവിന് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളെപ്പറ്റി കുറച്ചെങ്കിലും അറിവ് കാണും. ഇങ്ങനെ ഈ കൂടോത്രം ഇങ്ങനെ പാവയിൽ ചെയ്യും എന്നൊക്കെയുള്ള ഇങ്ങനെ ഒരു എന്നതിലൊക്കെ ഒരു ഇത് കാണും. പുള്ളിക്കാരി അതൊരു ഗെയിമായിട്ട് അങ്ങ് എടുത്തു. അതൊരു ഗെയിമായിട്ട് എടുത്തു. അതുകൊണ്ടാണ് അത് അത്രയും അങ്ങോട്ട് പ്ലാച്ചി നമുക്ക് എല്ലാവരും ഇടയ്ക്കിൽ അതിനകത്തെ ഒരു മത്സരാർത്ഥിയെ പോലെ തന്നെ പ്ലാച്ചി ഇറങ്ങി വന്നത്. എല്ലാവർക്കും പ്ലാച്ചി ഒരു പരിചയം ഒരു ഇതായത്. അപ്പം അത് കൊണ്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് മുഴുവനും കേട്ടതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞത് കേട്ടതിന് ശേഷമേ വിലയിരുത്താവുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് കേട്ടോ, ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല എന്ന്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. കൂടോത്രം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ ചെയ്യുന്ന രീതിക്ക് ചെയ്ത് അവർ പറയുന്ന പോലുള്ള കാര്യങ്ങൾ നമ്മളും കൂടെ ചെയ്താലേ അതൊക്കെ ചെയ്യേണ്ടവർ കേൾക്കത്തുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാം. എന്നാൽ അതിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പലരും പറയുന്ന ഒരു കാര്യം, ഇന്ന് വരെ ബിഗ് ബോസിലേക്ക് ഒരാളും ഒരു പ്രോപ്പർട്ടി കൊണ്ടുപോയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് പ്ലാച്ചി മാത്രം ബിഗ് ബോസിലെത്തി? ഈ ഒരു സീസൺ 7 ബിഗ് ബോസ് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഫേവറേറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്ലാച്ചി മാത്രമല്ല, പല പ്രോപ്പർട്ടികളും ബിഗ് ബോസിൽ എത്തിയിട്ടുണ്ട്. പല കണ്ടസ്റ്റൻസും അത്തരം അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ കൊണ്ടുപോയിട്ടു. അതിന്റെ ഒപ്പം എന്റെ ബുക്ക് എന്നേരം തുഴഞ്ഞുകൂടെ വെക്കണം. ഈ ബുക്ക് എനിക്ക് എന്റെ ഹൃദയത്തോട് ചേർത്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവയില്ലാതെ ഞങ്ങളുടെ പോവാറില്ല. എന്നല്ലേ നമുക്ക് ഇതുവരെ പോയിട്ടില്ലാത്ത സ്ഥലത്തോട്ട് പോയാലാം. ഏറ്റവും സ്പെഷ്യൽ കൊണ്ടുപോകാൻ പോകുന്നത് ഞാനൊരു മോസ്റ്റ് മെമ്മറബിൾ ഫോട്ടോ ആൽബമായിരിക്കും. ഇത് പക്ഷെ ഇത് ഞാൻ കൊണ്ടുപോയത് എനിക്ക് രൂപിന് എന്റെ പെണ്ണുകാണലിന് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ഒരു കാര്യം കാണിച്ചപ്പം മറ്റൊരു ജോത്സർ ഇത് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഒരു കാര്യം ഞാൻ പറയാം, ഇത് കഴിയട്ടെ, ഇതിനുള്ള ക്ലാരിറ്റി ഞാൻ തരാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. ഇതിനുള്ള ക്ലാരിറ്റി ഇതാണ്. അതിനകത്ത് അവർ പറയുന്നുണ്ട് ബിഗ് ബോസിനകത്ത് ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം അനുമോള് അത് കൊണ്ടുപോയത്, അനുമോളിൽ ബിഗ് ബോസ് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, ബിഗ് ബോസ് അങ്ങനെ കൊടുത്തത് വിട്ടത് കൊണ്ടാണ്. അത് ബിഗ് ബോസിനും കൂടെ അറിയാം ആ പ്ലാച്ചിയെ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്നറിയാം എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ ഈ പ്രാവശ്യത്തെ ഒരു ഇത് വന്നായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവരാം എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോന്നും കൊണ്ടുവന്നു. പക്ഷേ അനു മാത്രം അതൊരു ഗെയിമാക്കി കൊണ്ടുവന്നു എടുത്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ അനുവിന് പോലും ഈ ഒരു പാവയെ പറ്റിയുള്ള ശരിക്കുള്ള പേരറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതെന്നാന്ന് ചോദിച്ചാൽ അനു ആദ്യം പറയുന്നത് പ്ലാഞ്ചി എന്നാണ് പറയുന്നത്, ഈ പാവയുടെ പേര് പ്ലാഞ്ചി. പിന്നെ അത് പ്ലാച്ചിയായി. ഈ പ്ലാച്ചി എന്നുള്ള പേര് ഇവർ വിളിക്കുമ്പം അനുവിന് വേണേൽ തിരുത്തായിരുന്നു, പ്ലാച്ചിയല്ല പ്ലാഞ്ചിയാണ് എന്ന് പറയുന്നത്. പക്ഷെ അനു ഒരിക്കലും തിരുത്തിയിട്ടില്ല. അനു ആ വീഡിയോ എടുത്ത സമയത്ത് എനിക്കൊന്ന് നമ്മുടെ കയ്യിൽ സ്ഥിരമായിട്ടൊരു സാധനം നമുക്കുണ്ടെങ്കിൽ അതിന് പേര് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പേര് നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. അതിനെ എതിരായിട്ട് ഏത് പേര് എങ്ങനെ ആര് കൊണ്ടുവന്നാലും നമ്മളെ സമ്മതിക്കില്ല. അതല്ല ഇതിൻ്റെ പേര്, ഞാൻ ഇങ്ങനെയാണ് ഇത് വിളിക്കുന്നത് എന്ന് പറയും. നമ്മൾ പറഞ്ഞിട്ടും അവരത് കേൾക്കാതിരിക്കുവാണെങ്കിൽ പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. ഇപ്പം എൻ്റെ പേര് തന്നെ ജീന എന്നാണ്. എന്നെ ആരെങ്കിലും ജീനു എന്ന് വിളിച്ചാൽ ഞാൻ പറയത്തില്ല എൻ്റെ പേര് ജീനു എന്നല്ല, ജീന എന്നാണ് എന്ന് നമ്മൾ പറയും. എന്ന് പറയുന്നതല്ല അനുവിനത് തിരുത്തിയിട്ടും ഇല്ല കേട്ടോ. അനു ഈ പ്ലാഞ്ചി എന്നെല്ലാവരും പറയുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ ആക്കി, പ്ലാഞ്ചി എന്നല്ല പ്ലാച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് അനു പ്ലാഞ്ചി എന്നാണ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പം ഇതാണ് ഞാൻ പറയാൻ വന്നത്. അവർ ഈ ഗെയിം കാണാതെ അറ്റവും മൂല്യം കണ്ടതിന് ശേഷമാണ് അവരൊക്കെ ഇതിനെപ്പറ്റിയുള്ളൊരു അഭിപ്രായം പറഞ്ഞേക്കുന്നത്. അതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇത് ആദ്യമൊന്നും കൊടുത്ത് വിട്ടിട്ടില്ല, കുറേ കഴിഞ്ഞാണ് ഇതൊക്കെ എല്ലാവരുടെയും സാധനങ്ങൾ അവർ കുറേ ഗെയിമും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൊടുത്തു വിട്ടത്. അവർ ജയിക്കുന്നതനുസരിച്ചൊക്കെയാണ് കൊടുത്തത്. അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. നമുക്ക് ബാക്കി കാര്യങ്ങളോട് നോക്കാം. ാണ് നമ്മളിലേക്ക് എത്തിയതും നമ്മളത് ചർച്ചയാക്കിയതും. ഒന്നുകൂടി ബിഗ് ബോസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ പറയുന്ന സ്തംഭനം പോലും നമ്മൾ ചർച്ചയാക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ്. ആ സ്തംഭന കഥ നമുക്കായി തന്നത് ബിഗ് ബോസ് ആണ്. എന്താണ് അനുഭവം? അതിന്റെ പേര് പ്ലാച്ചി. എന്താണ് അതിന്റെ പേരുടെ കാര്യം?
ഇതില് ഒരു പേര് കണ്ടു, പ്ലൂഞ്ചി എന്നായിരുന്നു പേര്. അപ്പൊ ഞാൻ അതിനെ പ്ലാൻ ചെയ്യുന്നത്. ഇതെടുത്തിട്ടേ ഒരു മന്ത്രം പറയും നമ്മൾ പോയിട്ട് ഇങ്ങനെ. ഞാനിപ്പോ ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇന്നിങ്ങനെ ഇങ്ങനെ പ്രാഗുലായിട്ട് ഇങ്ങനെ മന്ത്രം എന്താണെന്നറിയില്ല. പക്ഷേ ഇപ്പൊ പേടിയുണ്ട്. ചിലപ്പോ ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊരു പേടി വിചാരിച്ചിട്ട് എനിക്കിപ്പോ ഇത് ഒരു നെഗറ്റീവ് സാധനമാണ്. എനിക്ക് പേടിയില്ല ഈ പ്ലാച്ചിയോട്. ഇതിപ്പോ എന്താണെന്നറിയോ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഇന്ന ഇതിനെ കാണിക്കുന്നത് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ പിന്നെ നമുക്ക് പേടിയില്ല എന്നാലും പോട്ടെ. ഇത് ഇപ്പോൾ കാണിച്ചേക്കുന്നത് ആ ഒരു പ്ലാച്ചിയുടെ ഇതാണ്. പ്ലാഞ്ചി നാനും അതിനകത്ത് പ്ലാഞ്ചി എന്നാണ് കേട്ടോ പറയുന്നത്. ഈ പ്ലാച്ചിയുടെ ഇതാണ് കാണിച്ചേക്കുന്നത്. പ്ലാച്ചി അവർക്ക് പേടിയാണ്, അവരെ ഇങ്ങനെ പേടിപ്പിക്കുന്നു എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് കാണിച്ചത്. ഇത് അനുവിൻ്റെ ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അനുവിന് എന്നുവെച്ചാൽ അനു ശരിക്കും സ്റ്റാർ മാജിക്കിൽ ശരിക്കും അനു ഗെയിം എന്നാന്നുള്ള മനസ്സിലാക്കി വന്നൊരു വ്യക്തിയാണ്. ഈ ബിഗ് ബോസിലോട്ട് വരുന്നതിന് മുമ്പേ വർഷങ്ങളോളം അവിടെ കിടന്ന് നല്ല തഴക്കവും പഴക്കം വന്നൊരു വ്യക്തിയാണ് ഈ അനു ഗെയിം എന്ന് പറഞ്ഞാൽ എന്നാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിനും അറിയാം ഈ അനുവിന് ഇതിനകത്ത് വന്നാൽ എന്നയിലേക്ക് ഒരു കണ്ടന്റ് കൊടുക്കാൻ പറ്റും എന്നറിയാവുന്നത് കൊണ്ടാണ് ഇവർ അനുവിനെ സെലക്ട് ചെയ്യുക. അനു തന്നെ അതിനകത്ത് ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, എന്നതോ എനിക്കൊന്ന് ആര്യൻ്റെയും ജിസൈലിൻ്റെയും കാര്യത്തിലുണ്ടായ വിഷയത്തിൻ്റെ അതൊന്നും അനുവിനെ ലാലേട്ടൻ വഴക്ക് പറയുമ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട്, ഞാൻ ഇനിയും കണ്ടന്റ് കൊടുക്കും, എനിക്ക് ബിഗ് ബോസ് തന്ന പൈസയ്ക്ക് ഞാൻ കണ്ടന്റ് കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് എന്നെ ഇത്രയും എമൗണ്ട് കൊടുത്തിവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന എമൗണ്ടിനുള്ള കണ്ടന്റ് ഞാൻ കൊടുത്തിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റായില്ലേ? പിന്നെ ബിഗ് ബോസ് ലാലേട്ടൻ ഇത് ചോദിച്ചതിന് ശേഷമാണ് കൂടുതലും ആൾക്കാർ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഇങ്ങനെയൊക്കെ അനു ഈ പ്ലാച്ചിയും കൊണ്ട് നടക്കുന്നു, ഒരു പാവയും കൊണ്ട് നടക്കുന്നു, ഒത്തിരി കളിയൊക്കെ ഇത്രയും മുതുക്കെന്നൊരുത്തേക്ക് ഈ പാവയും കൊണ്ട് ഇങ്ങനെ കിടക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഓരോരുത്തർ ഓരോന്നെല്ലാം പറഞ്ഞ് കമൻറ്റുകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അങ്ങനെ കാണിക്കുന്ന സമയത്തും ലാലേട്ടൻ ആ ഒരു വിഷയം എടുത്തിട്ടത് അതും ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് പുറത്തൊരു ചർച്ചയായത്. പുറത്ത് ചർച്ചയായി ഈ പ്ലാച്ചി എന്ന് പറഞ്ഞ സാധനം കൂടോത്രമാണെന്നും ഇങ്ങനെ എല്ലാവരും പേടിപ്പിക്കുന്നതും അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് ഈ പ്ലാച്ചി നോക്കിയാൽ നമ്മൾ എവിറ്റായി പോകും, അതുപോലെ അതിനകത്ത് എന്നതോ മന്ത്രം ചൊല്ലി വെച്ച് ഇവർക്കൊക്കെ പേടിയായി തുടങ്ങിയായിരുന്നു ഈ പ്ലാച്ചി എന്ന് പറഞ്ഞ സംഭവത്തേക്ക്. അങ്ങനെ നമ്മുടെ ആരായിരുന്നു, അയ്യോ പേര് മറന്നുപോയി, ഗസ്റ്റ് വന്ന സമയത്ത് ഇവർ നേരത്തെ ഇത് വന്ന സമയത്ത് അയ്യോ ശരിക്കും മറന്നുപോയി കേട്ടോ പേര്, ഷിയാസ് വന്ന സമയത്ത് ഷിയാസ് ഈ പ്ലാച്ചി എടുത്ത് എറിയുന്നുണ്ട്. അത് പുറത്തുള്ള ആൾക്കാരുടെ ഓരോ ഇതൊക്കെ കേട്ടിട്ടാണ് ഷിയാസ് അങ്ങനെ ചെയ്ത കാര്യം. അനു ആ പാവ വെച്ചാണ് ഗെയിം കളിക്കുന്നത്, അല്ല ഗെയിം കളിക്കുന്നില്ല, അവൾ എന്നാ കാണിക്കുന്നതിനകത്ത് അവൾ അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, അവൾ കൊഞ്ചൊന്നും എടുക്കുന്നൊക്കെ. അപ്പോൾ ഷിയാസ് ഇവളുമായിട്ടൊരു പെങ്ങൾ ബന്ധമാണുള്ളത്. അപ്പോൾ ഇവർ സ്റ്റാർ മാജിക്കിലൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ അവളെപ്പറ്റി അങ്ങനെയൊക്കെ പുറത്ത് പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് അതിന് വേണ്ടിയാണ് ഷിയാസ് അതെടുത്തിരുന്നത്. പക്ഷേ എൻ്റെ തെറിയുമ്പോൾ അനു ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഇവിടെ നിന്ന്, കരഞ്ഞ് ഷിയാസിനെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഷിയാസ് പോയി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ പാവ തിരിച്ചു വന്നു. അതാണ് അദ്ദേഹം പറയുന്നത്, പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ച് ഈ പാവ വന്നത് കൂടോത്രം ചെയ്തത് കൊണ്ടാണ് വന്നതെന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും അല്ല, അത് ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോയുടെ ഒരു കണ്ടന്റ് ആയിരുന്നു ഈ പ്ലാച്ചി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരത് തിരിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ ഒരിക്കലും അത് തിരിച്ചു കൊടുക്കുകയില്ല. അവർക്കറിയാം അത് പുറത്ത് നല്ല ഇതാകുന്നുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ വീണ്ടും അത് തിരിച്ചു കൊടുത്തത്. ബാക്കിയും കൂടെ കേൾക്കാം. പ്ലാച്ചിയിലെ സ്തംഭനം നമ്മൾക്കിടയിൽ ചർച്ചയാവുന്നത് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിലൂടെയാണ്. അതിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഓരോ മത്സരാർത്ഥികളോടും, നിങ്ങൾക്ക് പ്ലാച്ചിയെ ഭയമാണോ എന്ന്. ആ ഒരു ചോദ്യത്തിലൂടെ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി അതേ ഭയം ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ്. അതിവിടെ ചർച്ചയാവേണ്ട ആവശ്യം ബിഗ് ബോസിനുണ്ട്. അതൊരു പരിധി വരെ സക്സസ് ആയി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബിഗ് ബോസിന്റെ കളി ആയിരുന്നു എന്ന് തോന്നുന്നില്ലേ? അങ്ങനെ ഒരു കളിയെക്കുറിച്ച് അനുമോൾക്കും ഒരു ഹിന്റ് ലഭിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് അവർ അവിടെ ആടിത്തമിർത്തത്. ആ പ്ലാച്ചിയെ എടുത്ത് പ്ലാച്ചിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നതായി പറയുന്നു. ഓരോ കണ്ടസ്റ്റൻസിന്റെയും നേരെ പ്ലാച്ചിയെ നീട്ടിക്കൊടുക്കുന്നു എന്നതൊക്കെ അനുമോളുടെ കളിയായിരുന്നു. അതുവഴി പ്രേക്ഷകരിലേക്ക് ആ കളി എത്തിക്കുകയായിരുന്നു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിഗ് ബോസ് എന്ന ഗെയിം നടക്കുന്നത് ആ മത്സരാർത്ഥികൾക്കിടയിൽ മാത്രമല്ല. അതിലൊരു കണ്ടസ്റ്റന്റ് നമ്മളാണ്, നമ്മളിൽ ഓരോരുത്തരും. ബിഗ് ബോസിന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനും അവർക്കിഷ്ടമുള്ള വിഷയം നമ്മളിൽ ചർച്ചയാക്കാനും നമ്മളെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കാനും അവരുടെ തീരുമാനങ്ങൾ നമ്മുടേതാക്കി മാറ്റാനും സാധിക്കും. അതൊരിക്കലും പ്ലാച്ചിയുടെ കഴിവല്ല, ബിഗ് ബോസിന്റെ കഴിവാണ്. കറക്റ്റ് അല്ലേ?
നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി, ആ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ബിഗ് ബോസ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച്. സത്യം പറഞ്ഞാൽ ഇതിൽ ആരാണ് ശരിക്കും ഒരു ഗെയിം കളിച്ചത്? ആരാണ്? ബിഗ് ബോസ് തന്നെയല്ലേ കളിച്ചത്. അല്ലാതെ പ്ലാച്ചി അതിലൊരു ഇതായിട്ട് വന്നു, അത് കൂടോത്രമാണെന്ന് പറഞ്ഞു. ഇപ്പം ഇത് ഭയങ്കര, അത് ആ ഒരു ജോൽസിൻ്റെ ഇതിലാണ് ഭയങ്കരമായിട്ട് ഇതങ്ങ് ഇതിൻ്റെ സത്യാവസ്ഥ പറയാൻ എല്ലാവരും ശ്രമിക്കുന്നത്. ഇതിൻ്റെ നെഗറ്റീവ് അങ്ങ് പറഞ്ഞ് പരത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതിന് കൂടോത്രം ചെയ്തതും കൂടോത്രത്തിലൂടെയാണ് ജയിച്ചതും. അങ്ങനെയെങ്കിൽ പിന്നെ വരുന്ന ആദ്യം PR വർക്കായിരുന്നു കേട്ടോ ആദ്യമേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. PR പറ്റി ആദ്യമേ കുറേ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു, PR ആണെങ്കിൽ എന്നാണ് എല്ലാവർക്കും ചെയ്യാൻ മേലേ, മറ്റുള്ളവർക്കും കൊടുക്കാൻ മേലായിരുന്നോ? അതിന് എന്നാണ് അവരതിനകത്ത് ഗെയിം കളിച്ചിട്ട് തന്നെയല്ലേ അവർക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് പ്ലാച്ചി കൂടോത്രമാക്കി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു അത് എന്നാ തെറ്റ് ചെയ്തല്ലേ? ഒരു തെറ്റും ചെയ്ത് അതിനെ കൂടോത്രക്കാരനാക്കി വെച്ച് അതിനെ ഇങ്ങനെ എല്ലാവരും അത് തന്നെ അങ്ങ് പറഞ്ഞ് വിശ്വസിക്കുക. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ ഇനി വരുന്നവരെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒരു കൂടോത്രം ചെയ്തുകൊണ്ട് വന്നാൽ മതിയല്ലോ. അദ്ദേഹം പറഞ്ഞിട്ട് കൊച്ചിയിലൊക്കെ ഇതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെന്ന്, കൂടോത്രം ചെയ്തുകൊണ്ട് വന്നാൽ മതിയല്ലോ, അവർക്ക് വിന്നാകാമല്ലോ. അപ്പോൾ പിന്നെ ഒരു ഗെയിം എന്നുള്ള രീതിയിൽ നമ്മളത് കാണേണ്ടിയിരിക്കുന്നില്ലല്ലോ. ഇത് മുഴുവനും ഗെയിമാണ്. അദ്ദേഹം പറഞ്ഞ അതിനകത്ത് മൊത്തവും കൂടോത്രമാണെന്ന് പറയുന്നത്. അദ്ദേഹം കയറ്റി വിട്ടാൽ അതിനകത്ത് തകിടൊക്കെ പെറുക്കിക്കൊണ്ട് വരാമെന്നാണ് പറയുന്നത്. പുള്ളി ഒരു ദിവസം ഒന്ന് കയറ്റി വിട്ടിട്ട് തകിടെല്ലാം പെറുക്കിക്കൊണ്ട് വരാൻ പറയണം, അതാണ് ചെയ്യേണ്ടത്. അപ്പം പ്ലാച്ചി ഒരു കൂടോത്രമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വെറും ഒരു മായമായിട്ടുള്ളൊരു സങ്കല്പമാണ് എല്ലാവരുടെയും പ്ലാച്ചി കൂടോത്രമാണെന്നുള്ളത്. അത് ഒരിക്കലും ആരും വിശ്വസിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കൂടോത്രമില്ല. അങ്ങനെ കൂടോത്രം പൂർണ്ണമായിട്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കൂടോത്രമൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇങ്ങനെയൊന്നും ചെയ്തു കൊടുത്തൊന്നും വിട്ടാലൊന്നും ഇതാകത്തില്ല. അതിനുള്ള ബാക്കി കാര്യങ്ങളുമൊക്കെ നമ്മൾ ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്, കേട്ടിട്ടുള്ളത്. ഇത് സത്യമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ബേപ്പൂർ സുൽത്താൻ്റെ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെപ്പറ്റിയുള്ള സംഭവങ്ങൾ മൊത്തം ക്ലിയർ ആക്കി അതിന് നല്ലൊരു ക്ലാരിറ്റി തരും. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയും കൂടെ ഇതിലേക്ക് എടുത്ത് റേറ്റ് ചെയ്തത്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാമേ.